വെൽക്കം ബാക്ക് ടു Onevestor. നിങ്ങൾ ബിസിനസ് ന്യൂസ് ചാനൽസിലും അതുപോലെ ഇൻ്റർനെറ്റിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം മാർക്കറ്റ് ഈസ് പ്രൈസിംഗ് ഇൻ റിസഷൻ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് പ്രൈസിംഗ് ഇൻ 2 ബാഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഏർണിംഗ്സ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് ഫാക്ടറിംഗ് ഇൻ റിപ്പോ റേറ്റ് ഹൈക്ക്, അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് എക്കണോമിക് റിഫോംസ്, മാർക്കറ്റ് ഈസ് പ്രൈസിംഗ് ഇൻ BJP വിക്ടറി, അങ്ങനെ പലതും. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതുപോലെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റ്സ് ഡിസ്കൗണ്ട് ഫ്യൂച്ചർ അല്ലെങ്കിൽ മാർക്കറ്റ് ഈസ് പ്രൈസിംഗ് ഇൻ എ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഏർണിങ്സിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സ്റ്റോക്കിൻ്റെ പാസ്റ്റ് റിട്ടേൺസോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പാസ്റ്റ് സെയിൽസോ പ്രോഫിറ്റിനെയോ അല്ല. സോ ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ട് ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടോ ഉള്ള ഒരു ന്യൂസ് ലീക്കാവുകയോ അല്ലെങ്കിൽ പുറത്ത് വരികയോ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ഓൾറെഡി ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ചെറിയൊരു IT കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 crores ആണെന്ന് വെച്ചോ. അവർക്കപ്പോൾ ഒരു multi-billion dollar കോൺട്രാക്റ്റ് കിട്ടുകയാണ്. സോ അതിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 100 crores കൂടാണ് ആനുവൽ പ്രോഫിറ്റായിട്ട്. സോ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത കുറേ വർഷത്തേക്ക് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 200 crores ആണെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ന്യൂസ് ലീക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ ആ ന്യൂസ് മീഡിയയിൽ പബ്ലിഷ് ആകുമ്പോൾ തന്നെ ആ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇപ്പം 100 rupees ആയിരുന്നു ആ സ്റ്റോക്കിൻ്റെ വാല്യൂ എങ്കിൽ അത് 200 ആയിട്ടുണ്ടായിരിക്കും. അല്ലാതെ മാർക്കറ്റ് ആ 10 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ആ കമ്പനി ആ കോൺട്രാക്റ്റിൽ നിന്ന് അത്രയും രൂപ ഏൺ ചെയ്യാനായിട്ട് മാർക്കറ്റ് വെയിറ്റ് ചെയ്യത്തില്ല. അതിനു മുമ്പേ തന്നെ ആ സ്റ്റോക്ക് പ്രൈസിൽ ആ വാല്യൂ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ പ്രൈസിംഗ് ഇന്നെന്നോ അല്ലെങ്കിൽ മാർക്കറ്റ്സ് ഡിസ്കൗണ്ട് ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം 100 rupees നിന്ന് ഒറ്റ ദിവസം കൊണ്ടായിരിക്കാം 200 rupees ആവുന്നത്, അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് വഴി കുറേ ദിവസം കൊണ്ടായിരിക്കാം 200 rupees ആവുന്നത്. അത് ആയി കഴിഞ്ഞിട്ട് പിന്നെ ആ സ്റ്റോക്കിൻ്റെ വോളറ്റിലിറ്റി കുറയും. അത് കഴിഞ്ഞ് പിന്നെ 200 rupees ചിലപ്പം 150 ആകാം, 250 ആകാം, അങ്ങനെ എന്ത് വേണേലും ആകാം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട്. സോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറാണ്. അതുപോലെ ഓരോ സ്റ്റോക്കിൻ്റെയും സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ ഗ്രഹാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഒരു വോട്ടിംഗ് മെഷീനും ലോങ് ടേമിൽ അതൊരു വെയിങ് മെഷീനും ആണെന്ന്. ഇനി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഷോർട്ട് ടേമിൽ എല്ലാവരും മാർക്കറ്റിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. അതായത് ഷോർട്ട് ടേമിൽ അത് മേലോട്ട് പോകാം അല്ലെങ്കിൽ താഴോട്ട് പോകാമെന്ന് ഗസ് ചെയ്തിട്ടാണ് എല്ലാവരും ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇനി ലോങ് ടേമിൽ ഓരോ സ്റ്റോക്കിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് തന്നെ ഇരിക്കും. സോ ഒരു കമ്പനി ലാസ്റ്റ് 10-20 വർഷമായിട്ട് ഓരോ വർഷവും 50 കോടി രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവരൊരു 50 കോടി രൂപ ലോസസ് ആണ് കാണിച്ചിരുന്നത്. സോ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പം 15 രൂപയുടെ ഒരു സ്റ്റോക്ക് ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിപ്പം ചിലപ്പം 10 രൂപ ആയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനർത്ഥം ആ 10 രൂപയിൽ നിന്ന് തിരിച്ച് റീകവർ ചെയ്യത്തില്ല എന്നല്ല. ചിലപ്പം അടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് തിരിച്ച് 15 രൂപയിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അടുത്ത റിസൾട്ട് വരുമ്പം വീണ്ടും അത് നെഗറ്റീവാണ്, അതുപോലെ അടുത്ത കുറേ വർഷത്തേക്ക് പിന്നെയും ലോസസ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഈവൻച്വലി സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേ പോകത്തുള്ളൂ. പക്ഷേ ഷോർട്ട് ടേമിൽ ആ 15 രൂപയിൽ നിന്ന് 10 രൂപയിലായിട്ട് തിരിച്ച് 15-ലോ 20-ലോ 25-ലോ പോയേക്കാം. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഈവൻസിനെ എങ്ങനെയാണ് ഡിസ്കൗണ്ട് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻ റിസൾട്ട്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും 2004 ഇലക്ഷനിൽ BJP തോറ്റപ്പോഴത്തേക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് കോൺഗ്രസ് കയറിയിട്ട് കുറച്ച് നാൾക്കുള്ളിൽ തന്നെ മാർക്കറ്റ് റീകവർ ചെയ്യുകയും ചെയ്തു. സോ അന്ന് ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രാഷ് ചെയ്തു. അന്ന് മാർക്കറ്റ് ക്രാഷ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് BJPയുടെ ആ തോൽവി എന്ന് പറഞ്ഞാൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി കാരണം മാർക്കറ്റ് ക്രാഷ് ആവുകയാണ് ചെയ്തത്. ഇനി 2009 ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസ് വീണ്ടും ജയിക്കുകയാണ് ചെയ്തത്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് ഒരു അപ്പർ സർക്യൂട്ടിലാണ് പോയത്. ഓൾമോസ്റ്റ് 20% ആണ് ഒറ്റ ദിവസം കൊണ്ട് കയറിയത്. അതിൻ്റെയും റീസൺ എന്ന് പറഞ്ഞാൽ അതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇനി 2014 ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് ഒരു അപ്പർ സർക്യൂട്ടിലും പോയില്ല, ലോവർ സർക്യൂട്ടിലും പോയില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് BJP ജയിക്കുമെന്നാണ്. സോ BJP അന്ന് തോറ്റിരുന്നെങ്കിൽ മാർക്കറ്റിലൊരു ക്രാഷ് വന്നേനേയും. അതുപോലെ 2019 ഇലക്ഷൻ റിസൾട്ട്സ് വന്നപ്പോഴും മാർക്കറ്റിൽ ഒരു വലിയ മൂവ്മെൻറ്റ് വന്നിട്ടില്ല, കാരണം ഓൾറെഡി BJP ജയിക്കുമെന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ഇനി ഒരു റീസെൻറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 2019 കോർപ്പറേറ്റ് ടാക്സ് കട്ടാണ്. അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ഫാക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ന്യൂസ് വന്നപ്പോഴത്തേക്ക് സെൻസെക്സും നിഫ്റ്റിയും 5% മേലെയാണ് ഒറ്റ ദിവസം കയറിയത്. സോ അവിടെയും സംഭവിച്ചത് മാർക്കറ്റ് ഫ്യൂച്ചറിനെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്തത്. കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22 അല്ലെങ്കിൽ 25% കുറച്ചപ്പോഴത്തേക്ക് അത്രയും തന്നെ സെൻസെക്സും നിഫ്റ്റിയും കയറി. കാരണം കോർപ്പറേറ്റ് ടാക്സ് 5% കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനിയുടെ ഏർണിങ്സ് 5% കൂടും. അതാണ് അവിടെ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ന്യൂസിലായിരിക്കും പിന്നെ മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് തന്നെ മാർക്കറ്റ് പിന്നെയും താഴോട്ടും മുകളിലോട്ടും പൊയ്ക്കൊണ്ടിരിക്കും.
അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ബൈ ദ റൂമർ സെൽ ദ ന്യൂസ് എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ ഒരു സ്റ്റോക്കിനെ പറ്റി ഒരു റൂമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ആക്ച്വൽ ന്യൂസ് ലീക്ക് ആവണമെന്നില്ല. ഇപ്പം ന്യൂസ് ലീക്ക് ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ന്യൂസ് മീഡിയയിലെല്ലാം പബ്ലിഷ് ആകുമ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് ചിലപ്പം റിയാക്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പം ചില സ്റ്റോക്സ് ബാഡ് ന്യൂസ് വരുമ്പോഴത്തേക്ക് മേലോട്ടും കയറും, അതുപോലെ ഗുഡ് ന്യൂസ് വരുമ്പോഴത്തേക്ക് താഴോട്ടും പോകും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്ക് ഓൾറെഡി ആ ന്യൂസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വൽ ന്യൂസ് വന്നപ്പോഴത്തേക്ക് ആ സ്റ്റോക്ക് റിയാക്ട് ചെയ്യാഞ്ഞതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തതോ. ഫോർ എക്സാമ്പിൾ മൈൻട്രിയുടെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 500 rupees ആണെന്ന് വിചാരിച്ചു. അതുപോലെ അവരുടെ ഇന്നത്തെ ക്ലോസിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 10,000 crores ആണെന്ന് വിചാരിച്ചു. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ന്യൂസ് വരികയാണ്, L&T മൈൻട്രിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ നിന്ന് 51% സ്റ്റേക്ക് വാങ്ങിക്കാൻ പോവാണ് 1,000 rupees പെർ ഷെയറിന്, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവേഷൻ എന്ന് പറഞ്ഞാൽ 20,000 crores. അതുപോലെ L&Tക്ക് ബാക്കിയുള്ള 49% സ്റ്റേക്ക് പബ്ലിക്കിൻ്റെ നിന്ന് ഒരു ഓപ്പൺ ഓഫർ വഴി 1,000 rupees വാങ്ങിക്കാനും താല്പര്യമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ മൈൻട്രിയുടെ സ്റ്റോക്ക് പ്രൈസ് 500 rupees നിന്ന് 1,000 rupees എത്തിയിട്ടുണ്ടായിരിക്കും. സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും 10,000 crores നിന്ന് 20,000 crores എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ സ്റ്റോക്ക് പ്രൈസ് 500 rupees നിന്ന് 1,000 rupees എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും മൈൻട്രിയുടെ സ്റ്റോക്ക് പ്രൈസ് L&Tയുടെ ഓഫറിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഇതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. സപ്പോസ് ABC എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചു. അവരുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അവരുടെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 100 crores ആണ്. അതുപോലെ ലാസ്റ്റ് 10 ഇയറിലെ ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് 50 കോടി. അതുപോലെ ലാസ്റ്റ് 10 ഇയറിലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 കോടിയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 20% ആണ്. അതായത് 50 കോടി രൂപ സെയിൽസ് ആണ്, 10 കോടി രൂപ പ്രോഫിറ്റുമാണ്. സോ 10/50 ചെയ്യുമ്പോൾ നമുക്ക് 20% കിട്ടും. ഇനി അതുപോലെ അവരുടെ P മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 10 times ആണ്. അതായത് അവരുടെ കറണ്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 കോടിയാണ്, കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 100 crores ആണ്. സോ 10 × 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. സോ അവരുടെ P റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 times ആണ്. ഇനി സപ്പോസ് അവർക്കൊരു 250 crores കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 20% ആണ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ എങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് 50 crores ആയിരിക്കും. ഇനി 40% മാർജിൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100 crores ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ കറണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 100 crores ആണ്. സോ ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 100 crores തന്നെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഡബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് എങ്ങോട്ട് പോകും എന്നുള്ളത് ഓരോരുത്തരുടെയും സ്പെക്കുലേഷൻ ആയിരിക്കും. കാരണം ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 1 time ആണെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ 100 rupees തന്നെ ആയിരിക്കും. ഇനി അതല്ല ഇതുപോലുള്ള കോൺട്രാക്ട്സ് പിന്നെയും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും സ്പെക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 100 rupees ആയിരിക്കത്തില്ല, ചിലപ്പോൾ 200 rupees ആയിരിക്കും ആ സ്റ്റോക്ക് പ്രൈസ് ആവുന്നത്. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലെ റീറേറ്റിംഗും ഡീറേറ്റിംഗും പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും കൂടെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റീറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിന് ഹയർ പ്രൈസ് പേ ചെയ്യാൻ വില്ലിംഗ് ആണെന്നാണ് അതിനർത്ഥം. അവർ ഹയർ പ്രൈസ് പേ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് അവർ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഒരു കമ്പനിയെ റീറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും P മൾട്ടിപ്പിളും കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഇന്നത്തെ P മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 20 times ആണെന്നുണ്ടെങ്കിൽ നാളെ ഏതൊരു 30 times ആകാനായിട്ട് ഒരു ഗുഡ് ന്യൂസ് മതി. ഫോർ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 rupees ആണെന്ന് വിചാരിച്ചു. അവരുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 10 rupees ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ P റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 times ആണ്. ഇനി അവർക്കൊരു വലിയ മൾട്ടി ഇയർ കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് 100 rupees നിന്ന് 200 rupees ആയേക്കാം. അതിപ്പം ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും ആ കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് കറണ്ട് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് 10 rupees തന്നെ ആയിരിക്കും. പക്ഷേ ആ കമ്പനിക്ക് ഒരു പുതിയ കോൺട്രാക്റ്റ് കിട്ടിയുകൊണ്ട് മാർക്കറ്റ് ആ സ്റ്റോക്കിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 100 rupees ആയിരിക്കുന്ന സ്റ്റോക്ക് 200 rupees ആവുന്നത്. അതിനാണ് റീറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ആ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്കായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് കമ്പനിക്ക് ആക്ച്വലി ഒരു ലോസ് ആണ് സംഭവിച്ചതെന്നുള്ളെങ്കിൽ ആ 100 rupees നിന്ന് 200 rupees എത്തിയ സ്റ്റോക്ക് തിരിച്ച് 100 rupees 50 rupees പോകും. അതിനാണ് ഡീറേറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഒരു ഡീറേറ്റിംഗ് ആണ്. റീറേറ്റിങ്ങിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ പലതാകാം. അതിപ്പം ഒരു കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടുമ്പോഴാകാം, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് ലോസിലായിരുന്ന ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് കാരണമാകാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പോളിസി ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാകാം, അങ്ങനെ എന്തും ആകാം. അതുപോലെ റീറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കും ആകാം, ഒരു സെക്ടറിനും ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻഡെക്സിനും ആകാം. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2019 കോർപ്പറേറ്റ് ടാക്സ് കട്ട് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് 5% ആണ് കയറിയത്. അതായത് സെൻസെക്സും നിഫ്റ്റിയും ഒറ്റ ദിവസം കൊണ്ട് 5% ആണ് കയറിയത്. സോ അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഇൻഡിസസിനെയാണ് റീറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി റീറേറ്റിങ്ങിൻ്റെയും ഡീറേറ്റിങ്ങിൻ്റെയും കുറച്ച് റിയൽ എക്സാമ്പിൾസ് ആണ് റിലയൻസ് ഇൻഡസ്ട്രീസും HUL ഉം ITCയും മാരുതിയും ഐഷർ മോട്ടോഴ്സും അമരരാജ ബാറ്ററീസും ഏഷ്യൻ പെയിൻറ്റ്സും പേജ് ഇൻഡസ്ട്രീസും ടാറ്റ സ്റ്റീലൊക്കെ. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കാം. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 2 lakh crores ആണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തത്. സോ അവിടെ അപ്പോൾ ഒരു റീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. ഇനി ഹിന്ദുസ്ഥാൻ യൂണിലിവറിനാണെങ്കിൽ 2000 .com ബബിളിൻ്റെ പീക്കിൽ ഒരു ഡീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. സോ അതുകൊണ്ട് തന്നെ അടുത്ത 10 വർഷത്തേക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ പിന്നെ 0 റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. ഇനി 2012 ശേഷമാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ഒരു റീറേറ്റിംഗുമാണ് സംഭവിച്ചത്. അതിനുശേഷം P മൾട്ടിപ്പിൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്, അവരുടെ ഏർണിങ്സ് അധികം കൂടാതെ തന്നെ. ഇനി ITCക്കാണെങ്കിൽ 2000 .com ബബിളിന് ശേഷം ഒരു റീറേറ്റിംഗുമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത 10-12 വർഷം ITC ഓരോ വർഷവും 25% റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഒരു 5 years ആയിട്ട് ITC നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡീറേറ്റിംഗുമാണ്. കാരണം ITCയുടെ 80% പ്രോഫിറ്റ്സും വരുന്നത് സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ്. അതുപോലെ മാരുതിയുടെയും ഐഷർ മോട്ടോഴ്സിൻ്റെയും അമരരാജ ബാറ്ററീസിൻ്റെ ഒക്കെ ചാർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റോക്കൊക്കെ ഒരു 2016-2018 വരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഡീറേറ്റിംഗ് ആണ്, കാരണം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ. അതുപോലെ തന്നെയാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയും പേജ് ഇൻഡസ്ട്രീസിൻ്റെയും കാര്യം. ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോഴും പുതിയ ലൈഫ് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പേജ് ഇൻഡസ്ട്രീസിനാണെങ്കിൽ ഒരു ഡീറേറ്റിംഗ് ആണ് സംഭവിച്ചത്. കാരണം 2-3 years ആയിട്ട് പേജ് ഇൻഡസ്ട്രീസിന് അതിൻ്റെ പ്രീവിയസ് ഹൈ ക്രോസ് ചെയ്യാനിതുവരെ പറ്റിയിട്ടുമില്ല. ഇനി ടാറ്റ സ്റ്റീലാണെങ്കിൽ സ്റ്റീലിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു റീറേറ്റിംഗ് സംഭവിക്കും. അതുപോലെ സ്റ്റീലിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡീറേറ്റിംഗ് സംഭവിക്കും. അതുപോലെ ടാറ്റ സ്റ്റീലിന് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനത്തെ ന്യൂസ് വരുമ്പോഴത്തേക്ക് ഡീറേറ്റിംഗുമാണ് സംഭവിക്കുന്നത്. ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും എന്താണെന്നും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ അതിൻ്റെ ഓൾ ടൈം ഹൈന്ന് ഒരു 10%-ഓ 30%-ഓ താഴെ പോകുന്നതിനാണ് മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം മാർക്കറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രൈസ് കറക്ഷനും ആകാം, ടൈം കറക്ഷനും ആകാം. സോ ഇതൊക്കെ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സ്റ്റോക്കോ ഒരു ഇൻഡെക്സോ വലിയ ഗെയിൻസും ലോസസോ ഒന്നും ഇല്ലാതെ തന്നെ സൈഡ് വേസ് ആയിട്ട് കുറേ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ മൂവ് ചെയ്യുന്നതിനാണ് ടൈം കറക്ഷൻ എന്ന് പറയുന്നത്. ടൈം കറക്ഷൻ യൂഷ്വലി സംഭവിക്കുന്നത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ഏർണിങ്സ് ഗ്രോത്തിനേക്കാളും ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 rupees ആണ്. ആ കമ്പനിയുടെ ലാസ്റ്റ് 5 year ആവറേജ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 20% ആണെന്ന് വിചാരിച്ചു. അതായത് ആ കമ്പനി ഓരോ വർഷവും 20%-ലാണ് വളരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഒറ്റ വർഷം കൊണ്ട് 100 രൂപയിൽ നിന്ന് 500 രൂപയിൽ എത്തുകയാണെങ്കിൽ അതിനർത്ഥം ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ആ കമ്പനിയുടെ ഏർണിങ്സ് ഗ്രോത്തിനേക്കാളും മച്ച് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്തെന്നുള്ളതാണ്. ഇനി ആ വാല്യുവേഷൻ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ കമ്പനിയുടെ റിസൾട്ട്സ് വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് അതിൻ്റെ അടുത്ത വർഷവും ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് അപ്പോഴും 20% തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായാലും ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഏർണിങ്സ് ഗ്രോത്തിനേക്കാളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്റ്റോക്ക് ആ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനേക്കാളും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ഫേസിലോട്ട് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. കാരണം 20% പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയുടെ P മൾട്ടിപ്പിൾ ഇപ്പം 100 times 200 times ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത 5-10 വർഷം എടുക്കും ആ കമ്പനിയുടെ വാല്യുവേഷൻ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട്. സോ ആ കമ്പനിയുടെ സ്റ്റോക്ക് ഒരു കൺസോളിഡേഷൻ ഫേസിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കമ്പനിയുടെ സ്റ്റോക്ക് പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്തില്ല, എന്നാൽ പുതിയ ഹൈസും ക്രിയേറ്റ് ചെയ്തില്ല. ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെ സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴും ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20% തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ P മൾട്ടിപ്പിൾ 20 timesലോ അല്ലെങ്കിൽ 30 timesലോ എത്തുമ്പോഴായിരിക്കും ഒരു ഫെയർ വാല്യൂ എന്നുള്ള രീതിയിൽ എത്തുന്നത്. ഇനി പ്രൈസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇൻഡെക്സോ അതിൻ്റെ ഓൾ ടൈം ഹൈന്നോ അല്ലെങ്കിൽ റീസെൻറ്റ് ഹൈന്നോ ഒരു 10%-ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കറക്റ്റ് ചെയ്യുന്നതിനാണ് പ്രൈസ് കറക്ഷൻ എന്ന് പറയുന്നത്. പ്രൈസ് കറക്ഷൻ യൂഷ്വലി സംഭവിക്കുന്നത് ഒരു സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബബിൾ ഫേസിലോ എൻ്റർ ചെയ്യുമ്പോഴാണ്. പ്രൈസ് കറക്ഷൻ്റെയും ടൈം കറക്ഷൻ്റെയും ഒക്കെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇൻഫോസിസും വിപ്രോയും ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ ആയിരുന്നു .com ബബിളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന സ്റ്റോക്സ്. സോ ഈ കമ്പനിയുടെയൊക്കെ P മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 100 times 200 times ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത 10-15 വർഷത്തേക്ക് ഈ സ്റ്റോക്സ് ഒന്നും തന്നെയും നല്ല റിട്ടേൺസ് ഡെലിവർ ചെയ്തിട്ടുമില്ല. അതിനർത്ഥം 2000-ലെ ആ ബബിളിന് ശേഷം ഈ സ്റ്റോക്സ് എല്ലാം തന്നെയും ഒരു പ്രൈസ് കറക്ഷനിലൂടെയും ടൈം കറക്ഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ മറ്റ് 2 എക്സാമ്പിൾസാണ് റിലയൻസ് ഇൻഡസ്ട്രീസും DLF-ഉം.
ഈ രണ്ട് സ്റ്റോക്സും 2008 ബുൾ റണ്ണിലെ ലീഡേഴ്സ് ആയിരുന്നു. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 2008 മാർക്കറ്റ് ക്രാഷിന് ശേഷം ഓൾമോസ്റ്റ് 10 വർഷം എടുത്തു അതിൻ്റെ ലൈഫ് ടൈം ഹൈലോട്ട് തിരിച്ചെത്താനായിട്ട്. അതായത് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 2008 മാർക്കറ്റ് ക്രാഷിൽ ആദ്യം ഒരു പ്രൈസ് കറക്ഷൻ ഫേസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത 10 വർഷം ഒരു ടൈം കറക്ഷനിലൂടെയാണ് അത് കടന്നുപോയത്. പക്ഷേ റിലയൻസിൻ്റെ പ്രോഫിറ്റ്സ് ഓരോ വർഷം കൂടിക്കൊണ്ട് തന്നെയാണ് ഇരുന്നതും. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് വിപ്രോ. വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ .com ബബിളിൻ്റെ ടൈമിൽ ഓൾമോസ്റ്റ് 2 lakh crores ആയിരുന്നു. ഇന്നും വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ 2 lakh crores താഴെയാണ്. അതായത് 2000 .com ബബിളിൻ്റെ പീക്കിൽ വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇപ്പോഴും ക്യാപിറ്റൽ ഗെയിൻസ് നോക്കുവാണെങ്കിൽ 0 ആയിരിക്കും. പക്ഷേ വിപ്രോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻസും ബോണസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് 20 വർഷവും. സോ ഒരാൾ വിപ്രോയുടെ ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ കിട്ടിയ ഡിവിഡൻസ് എല്ലാം തിരിച്ച് വിപ്രോയുടെ സ്റ്റോക്കിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു FD ലൈക്ക് റിട്ടേൺസ് കിട്ടിക്കാണുമായിരിക്കും. ഇനി DLF ആണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 80-90% താഴെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ലൂപ്പിനും സൺഫാമയൊക്കെ 2015 അവസാനിച്ച ബുൾ റണ്ണിൻ്റെ ലീഡേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു 5 years നോക്കുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 0 ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണ്. സോ ഫാർമ സ്റ്റോക്സ് ഒക്കെ ഇപ്പോഴും ഒരു പ്രൈസ് കറക്ഷനിലൂടെയും ടൈം കറക്ഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗ്ലോബൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2000 .com ബബിളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ .com ബബിളിന് ശേഷം മാർക്കറ്റ് ക്രാഷ് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും കമ്പനിയുടെ പ്രോഫിറ്റ്സ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. സോ 2000 .com ബബിളിൻ്റെ പീക്കിൽ മൈക്രോസോഫ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 10-15 വർഷം വേണ്ടി വന്ന് കാണും അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനായിട്ട്. ഇനി ഒരു റീസെൻറ്റ് എക്സാമ്പിളാണ് ടെസ്ലയുടെ സ്റ്റോക്ക്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ലാസ്റ്റ് ഒരു 1 year ആയിട്ട് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഈ കമ്പനിയുടെ P മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 1000 times ആണ്. സോ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു അടുത്ത 10 വർഷത്തേക്ക് ഈ കമ്പനിയുടെ പെർഫോമൻസും അതിനനുസരിച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും ഒരു പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും ഫേസ് ചെയ്യും. അതായത് ഇപ്പം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 10-15 വർഷം വേണ്ടി വരുമായിരിക്കും നല്ലൊരു റിട്ടേൺസ് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അടുത്ത 5-10 വർഷം ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൂടുതലായിരിക്കണം. എൻ്റെ ഫ്യൂച്ചർ എപ്പിസോഡിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ടൈം കറക്ഷൻ്റെയും പ്രൈസ് കറക്ഷൻ്റെയും കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ റിയൽ ചാർട്ട്സ് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.